നമസ്കാരം. തീരുവ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പരസ്യമായി ഏറ്റുമുട്ടൽ വേണ്ടെന്നും സംയമനം പാലിക്കാനുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മാത്രമല്ല, അമേരിക്കക്ക് നൽകാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ ഇളവുകൾ സംബന്ധിച്ച് പട്ടികകൾ വേർതിരിച്ച് തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അമേരിക്കയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുമുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേലുള്ള കടുംപിടുത്തം ഇന്ത്യ തുടരുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും 3 മാസമായി ബിസിനസ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ധാരണ പ്രകാരം അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാനും അതുകൂടാതെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 50% ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ധാരണയുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടത് 60% ഉയർത്തുകയും ചെയ്തു. കൂടാതെ ഇപ്പോൾ അമേരിക്ക പറയുന്നത് അതിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കണമെന്നാണ്. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ക്ഷീര ഉൽപ്പന്നങ്ങളുടെയും വിഷയത്തിൽ ഇന്ത്യ കടുംപിടുത്തം തുടരുകയാണ്. അതിപ്പോഴും തുടരാൻ തന്നെയാണ് തീരുമാനം. മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്ക് 60% മുകളിലുള്ള വസ്തുക്കൾക്ക് തീരുവ കുറയ്ക്കുന്നതിന് കേന്ദ്രം പൊതുവെ ധാരണയായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും രാജ്യ താൽപ്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടുകളുമായി മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചില നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങണ്ട എന്ന നയപരമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ഉദാരമായിട്ടുള്ള സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്താൻ വേണ്ടിയാണ് ഇന്ത്യക്കുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ട്രംപിൻ്റെ ലക്ഷ്യം റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന എണ്ണ കുറച്ചു കൊണ്ടുവരികയും റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള നിലപാടുകളും ട്രംപിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.